പുല്ലാട്ടുകരയിൽ 10 ദിവസം ഉത്സവമാണ്. അങ്ങനെ രാത്രി ഗാനമേള കേൾക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. അവിടെ എത്തിയപ്പോഴേക്കും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ ഡാൻസ്, ഗാനമേള അങ്ങനെ പല പരിപാടികളും ഉണ്ട്. മക്കൾ അതിനനുസരിച്ച് ഡാൻസ് കളിക്കാം കേട്ടോ. പാട്ടിനനുസരിച്ച് നിറയെ ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ട് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ. നല്ല ഭംഗിയിലെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേ പോകുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ മക്കൾ ഇതൊക്കെ കണ്ട് കപ്പലണ്ടിയൊക്കെ കഴിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ പാട്ടൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവർ ഇങ്ങനെ ഈ ഡാൻസും കളിച്ച് ഇതിലേക്ക് ഓടി ഓടി നടക്കുകയാണ്. അപ്പോഴാണ് ഏട്ടൻ ഒരു സ്നാക്സൊക്കെ വാങ്ങിക്കൊടുത്തത്. ഇവിടെ വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ആനേനെ കണ്ടത്. റോഡിലൂടെ ആന പോയി. അപ്പോൾ അങ്ങ് എത്തിയപ്പോഴാണ് ഇവർ കണ്ടത്. കണ്ടില്ലേ പോകുന്നത്. അപ്പോൾ ആ ആനേനെ കണ്ട സന്തോഷമാണ് കേട്ടോ. പിന്നെ ഉണ്ടംപൊരി വാങ്ങി തന്നിട്ടോ. ഉണ്ടംപൊരി എന്നാണോ പറയാമെന്നറിയില്ല കേട്ടോ, ഞാനതാ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സംഭവം, കറുമുറ എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും ആന അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആരുഷിയും അവന്തിയും താരയൊക്കെ പോയി നിൽക്കുന്നത്. കണ്ടില്ലേ, ആന അവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞു ആനയാട്ടോ, വെടിയാനയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇവർ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്, തിരക്ക് കൂട്ടിയിട്ട്. റോഡിലേക്ക് പോകുന്നത് ചീത്ത പറഞ്ഞിട്ട് അകത്തേക്ക് ആക്കിയതാണ്. പിന്നെ ആനേൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് അവന്തിക. ഡാൻസും കളിച്ച് തുള്ളി തുള്ളി ആ ആനയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും. ഒരു പേടിയില്ല കേട്ടോ ഇവർക്ക്. എനിക്കാണെങ്കിൽ അത് നേരെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവും, അതെങ്ങാനും ഓടി വന്നാലോ. അങ്ങനെ ഇവർക്ക് ഒരു പേടിയില്ലാതെ ആ ഫ്രണ്ട് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ. അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവർക്ക് തിരിഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട്. ആനയുടെ മുമ്പിലാണ് ഈ കളി. പിന്നെ ഇതെന്തോ ഗരുഡൻ തൂക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടികളാട്ടോ അവിടെ നിൽക്കുന്നത്, വഴിപാടോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആനയുടെ ബാക്കിൽ പോയി നിൽക്കുന്ന നോക്ക്. അങ്ങനെ ആനയുടെ ചുറ്റും നടന്ന് അതിനെയൊക്കെ നോക്കി അവസാനം അവന്തികേനോട് തൊടാൻ പോകണമെന്ന് ചോദിച്ചാൽ ഏട്ടൻ വിളിക്കണം. രണ്ടുപേർക്കും പേടി, പോകുന്നേ ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്തിക ഏട്ടൻ്റെ കൂടെ പോയി. അപ്പോൾ അവർ പറഞ്ഞ് അപ്പുറത്തെ സൈഡ് പോയി നിന്നിട്ട് തൊട്ടോളം. അപ്പോൾ അവൾ പേടിയില്ലാതെ ആനേനെ തൊട്ടു കേട്ടോ. ആരുഷിനെ എന്ത് കളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. കണ്ട, ആനേനെ തൊട്ടു. അത് തൊട്ടപ്പോൾ അവൾക്ക് എന്തോ പോലെ തുള്ളി കളിച്ചുകൊണ്ട് പോരുന്നുണ്ട്. പിന്നെ ആരുഷിക്ക് തൊടണം എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് പോയി നോക്കി നിൽക്കുകയാണ് തൊടാൻ വേണ്ടി. അപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു പഴമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആനയ്ക്ക്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. അയാൻ ഇപ്പുറത്തുനിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ആരുഷിക്ക് തൊടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി തൊടാൻ വേണ്ടി നിന്നപ്പോഴേക്കും അവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. പിന്നെയും അവിടെ തൊടാൻ നിൽക്കുന്നില്ല കേട്ടോ, അവൾ തിരിഞ്ഞു ഓടുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ ഒന്ന് കണ്ടു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോരാൻ നിന്നപ്പോഴാണ് അവിടെ ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ എന്നാൽ അതും പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഇഡ്ഡലിയും രസവടിയും ചട്നി സാമ്പാറൊക്കെ ആട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോയും ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.